ഹേയ് ഇന്നത്തേതൊരു ഈസി പുഡിംഗ് റെസിപ്പി ആട്ടോ നമ്മളെ വീട്ടിലെ ഫങ്ഷൻസിനും ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ് ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ വേറൊരു പുഡിംഗ് ഉണ്ടാക്കൂല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചല്ല, നിങ്ങളൊരു 5 ടീസ്പൂണെങ്കിലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നൂൽപ്പരിവുണ്ടല്ലോ, ഒറ്റ നൂൽപ്പരിവും ആക്കിയെടുക്കണം, ഒരു സിറപ്പാക്കി എടുക്കണം. അപ്പോൾ അതിലോട്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം വേണമെന്നില്ല, പൈനാപ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങി വരും. അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കുറേ പുഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലോട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഒരു പാക്കറ്റ് പാലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഒരു 5 ടീസ്പൂണ്. ആവശ്യത്തിന് നിങ്ങൾക്ക് അധികം മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളെ കസ്റ്റാർഡ് പൗഡറിലോട്ട് കുറച്ച് പാല് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തൊരു ബാറ്റർ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മളെ പാല് തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ചെറുതായിട്ട് കട്ടിയായി വരും, തിക്കായിട്ട് വരും നമ്മളെ ബാറ്ററി. പാല് ചെറുതായിട്ട് കട്ടിയായി വരും, വല്ലാതെ അങ്ങോട്ട് കട്ടിയായി പോകണ്ട, ചെറുതായിട്ട് കട്ടിയായി മതി. എന്നിട്ട് നമ്മൾ പുഡിംഗ് പ്ലേറ്റിലോട്ട് ബ്രെഡൊക്കെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡിപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം. അത്യാവശ്യം ഒഴിച്ചാലും കുഴപ്പമില്ല. എല്ലായിടത്തും നല്ല സോഫ്റ്റിൽ നല്ല മെൽറ്റായിട്ട് കിട്ടുള്ളൂ നമുക്ക്. എല്ലായിടത്തേക്കും എത്തിക്കാൻ ശ്രമിക്കണേ. പിന്നെ നമ്മൾ ഇതിലോട്ട് വേണ്ടത് നമ്മളെ ക്രീം ഉണ്ടല്ലോ, നമ്മളെ വിപ്പിംഗ് ക്രീം. ആ ക്രീം ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതിന് അത്യാവശ്യം മധുരവും ഉണ്ടാകും. പിന്നെ നമ്മൾ രണ്ടാമത്തെ ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് അത്യാവശ്യം ക്രീം അതിൻ്റെ മുകളിൽ വെക്കണം കേട്ടോ, എന്നാലും നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയിൽ വേണമല്ലോ. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പിയാണ്. എന്നാലോ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞറിയാം.